വയനാട് കൽപ്പറ്റയിൽ ഡ്രെയിനേജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. മാസങ്ങളായി നടക്കുന്ന പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ആനപ്പാലം വരെയുള്ള ഡ്രെയിനേജ് പ്രവൃത്തികളാണ് ഒച്ചിന്റെ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. ഹൃദയഭാഗത്തെ ഡ്രെയിനേജ് നിർമ്മാണമാണ് മാസങ്ങളായിട്ടും പൂർത്തിയാകാത്തത്. ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് ആഴ്ചകളായെങ്കിലും പ്രവൃത്തി പൂർത്തിയായില്ല. കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകളും മാനന്തവാടി ബത്തേരി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും ബസ് സ്റ്റാൻഡിന് പുറത്ത് റോഡിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് കാരണം പൊരുവയിലെത്തും മഴയത്തുമാണ് നൂറുകണക്കിന് യാത്രക്കാർ ദിവസേന ബസ് കാത്തു നിൽക്കുന്നത്. ദേശീയപാതയിൽ ബസ്സുകളെല്ലാം നിർത്തിയിടുന്നത് കാരണം നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്കുള്ള ഡ്രെയിനേജിന്റെ പണി തീരാത്തതിന്റെ പേരിൽ ബസ്സുകൾ കയറാത്തത് കൊണ്ടും ഇവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയിട്ട ഒരു സ്ഥിതിയിലാണ്. അവർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കയറാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡ്രെയിനേജിന്റെ പണി തീർത്തു തരണമെന്നാണ് ഇതിനോട് ഒരു അപേക്ഷയായി സ്വീകരിക്കണമെന്ന്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം യാത്രക്കാരും കച്ചവടക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. കാൽനട യാത്രക്കാർ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണുള്ളത്. ഡ്രെയിനേജ് നിർമ്മാണം നടക്കുന്നതിനാൽ പല വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് കാരണം മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ജനം, വയനാട്.